മതനയത്തിൽ ഹൈക്കോടതി പുറപ്പെടുവിക്കാൻ പോകുന്ന വിധി സംസ്ഥാന രാഷ്ട്രീയത്തിൽ വൻ പ്രത്യാഘാതം സൃഷ്ടിക്കുന്നതെന്ന് തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. കോൺഗ്രസിൽ മുഖ്യമന്ത്രിയും KPCC അധ്യക്ഷനും തമ്മിലുള്ള പരസ്യ ഏറ്റുമുട്ടലിലേക്ക് എത്തിച്ചത് മതനയത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളായിരുന്നു. പ്രായോഗികമല്ലെന്ന് വിമർശനമുയർത്തി മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയതും ഇതേ മതനയത്തെ ചൊല്ലിയായിരുന്നു. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രതിപക്ഷത്തിന് അടിക്കാൻ വടികൊടുക്കേണ്ടെന്ന് കരുതി സർക്കാരും KPCCയും കൈക്കൊണ്ട നിലവാരമില്ലാത്ത 418 ബാറുകൾക്ക് ലൈസൻസ് പുതുക്കി നൽകേണ്ടെന്ന തീരുമാനമാണ് കേരള രാഷ്ട്രീയത്തെ ഇളക്കിമറിച്ച മദ്യരാഷ്ട്രീയമായി വളരുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷവും നിലവാരമില്ലാത്ത ബാറുകൾ തുറക്കേണ്ടതില്ലെന്ന നിലപാടിൽ KPCC പ്രസിഡന്റ് VM സുധീരൻ ഉറച്ചുനിന്നപ്പോൾ സർക്കാർ പ്രതിസന്ധിയിലായി. VM സുധീരന്റെ ആദർശ രാഷ്ട്രീയം ഒരു ഭാഗത്തും മുഖ്യമന്ത്രിയുടെ പ്രായോഗിക രാഷ്ട്രീയം മറുഭാഗത്തുമായി ബാറുകളെ ചൊല്ലി പരസ്യ സംവാദത്തിന്റെ നാളുകൾ. KPCC എക്സിക്യൂട്ടീവ് വിളിച്ച് തനിക്ക് അനുകൂല തീരുമാനമെടുപ്പിച്ച സുധീരൻ ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ എറിഞ്ഞു. KPCC സർക്കാർ ഏകോപന സമിതി വിഷയം ചർച്ച ചെയ്യാൻ ചേർന്നു. ആരും കൂടെ ചേർന്നില്ലെങ്കിലും സുധീരന്റെ പിടിവാശിയിൽ തട്ടി ബാർ തുറക്കൽ തടസ്സപ്പെട്ടു. ഇതിനിടയിൽ മുഖ്യമന്ത്രിയെ ബാറുകാരുടെ പക്ഷത്ത് ചേർക്കാൻ ശ്രമമെന്ന് ആരോപിച്ച് മുഖ്യമന്ത്രിയെ അനുകൂലിക്കുന്നവർ സുധീരന് വിമർശനം ചൊരിഞ്ഞു. സുധീരനും വിട്ടുകൊടുത്തില്ല. KM മാണിയുടെയും മുസ്ലിം ലീഗിന്റെയും നിലപാടുകൾ തുണക്കുമെന്ന് കരുതി പ്രശ്നം UDF-ലേക്ക് വിട്ടു മുഖ്യമന്ത്രി. എന്നാൽ ബാറുകൾക്കെതിരെ പരസ്യ നിലപാടെടുക്കാൻ ഇരു പാർട്ടികളും നിർബന്ധിക്കപ്പെട്ടത് ഉമ്മൻചാണ്ടിക്ക് തിരിച്ചടിയായി. പക്ഷേ ക്ലൈമാക്സിൽ സുധീരനെ കടത്തിവെട്ടി ഉമ്മൻചാണ്ടി താരപദവി ഏറ്റെടുത്തു. പഞ്ചനക്ഷത്രമൊഴികെയുള്ള ബാറുകളെല്ലാം പൂട്ടാനുള്ള മുഖ്യമന്ത്രിയുടെ മദ്യനയത്തിനു മുന്നിൽ VM സുധീരനും ഘടകകക്ഷി നേതാക്കൾക്കും മറുത്തു പറയാൻ വാക്കുകൾ ഇല്ലായിരുന്നു. സുധീരൻ തൽക്കാലം പത്തിമടക്കിയപ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ AI ഗ്രൂപ്പുകൾ ഒറ്റക്കെട്ടായി സുധീരനെതിരെ ആക്രമണവും അഴിച്ചുവിട്ടു. എന്നാൽ കൈയടിച്ചവർ തന്നെ പിന്നീട് മദ്യനയത്തെ ചോദ്യം ചെയ്യുന്ന കാഴ്ചയ്ക്കും സംസ്ഥാനം സാക്ഷിയായി. മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വം തകർത്ത് മന്ത്രിമാർ തന്നെ നയത്തിനെതിരെ രംഗത്തെത്തി. തൽക്കാലം കെട്ടടങ്ങിയെത്തി ഇപ്പോൾ വീണ്ടും അണയാൻ പോകുന്നു. സംസ്ഥാനത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ദിശ നിർണ്ണയിക്കാൻ. റിപ്പോർട്ടർ, തിരുവനന്തപുരം.